സക്സസ്, ഞാൻ നിനക്ക് ജയം തരും. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എനിക്ക് തന്ന വാഗ്ദത്തമാണ്. പുറപ്പാടിൻ്റെ 33:14 ദൈവം നമുക്ക് അന്ന് തന്ന, വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് തൊട്ട് ഇന്ന് വരെയും അവൻ വിശ്വസ്തനാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ പറയാൻ അസംഖ്യങ്ങളായ നന്മകളിൽ കൂടെ നമ്മളെ നടത്തിയിട്ടുണ്ട്. എന്നാൽ കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളാണ് എന്നെ വചനത്തിൻ്റെ ആഴത്തിലോട്ട് ഇറക്കുന്നത്. അല്ലെങ്കിൽ വചനം എത്രയും പഠിക്കത്തില്ല. അപ്പം നമ്മൾ വചനത്തിൻ്റെ ആഴത്തിലോട്ട് പോകാൻ, അവൻ്റെ നിഗൂഢ സത്യങ്ങളെ അറിയാൻ, ആഴത്തിലേക്ക് ഇറങ്ങാൻ ദൈവം ആഴിയെ വിളിക്കുന്നു പറഞ്ഞ് നമ്മളെ വിളിച്ചു മാറ്റിയതാണ്. അതുകൊണ്ടാണ് വചനം പറയാൻ ഒരു ഇന്നർ തേഴ്സ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ആ ഇന്നർ തേഴ്സ്റ്റ് ദൈവമാണ് തന്നിരിക്കുന്നത്. അതുള്ളവർക്ക് അങ്ങ് ഒളിച്ചോരിക്കാൻ ഒക്കില്ല. യു ഹാവ് ടു ഡു ഇറ്റ്. യു വിൽ ഡു ഇറ്റ്. യു വിൽ നോട്ട് റെസ്റ്റ്. ഇപ്പം 33:14 ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിനവൻ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളിച്ച്. എന്ത് മനോഹരമല്ലേ! ദൈവം എൻ്റെ കൂടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എനിക്ക് സ്വസ്ഥതയുണ്ട്. എത്ര പേർക്ക് സ്വസ്ഥതയുണ്ട്? സ്വസ്ഥത എന്ന് പറയുമ്പോൾ നമ്മൾ 23-ാം സങ്കീർത്തനത്തിൽ, യഹോവ എൻ്റെ ഇടയനാണ്, എനിക്ക് മുട്ടുണ്ടാകില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികിലേക്ക്. ആ വെള്ളം നല്ല ശാന്തമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആടുകൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അവർ വെള്ളം കലങ്ങുകയാണെങ്കിലും അളയിക്കൊണ്ടിരിക്കും, അവർ കുടിക്കത്തില്ല, അവർക്ക് പേടിയാണ്. നമ്മൾ ആടുകളല്ലേ? ആരെങ്കിലും ഈ വലിയ ബലവാൻ എന്ന് പറയുന്നതിന് ഉള്ളിലൊരു ബലവും ഇല്ല. ആത്മീയ കോളത്തിൽ ഒരു യക്ഷി എന്ന് പറഞ്ഞൊരു സാധനം, ഈ പിശാചിനെയാണ് അതിന് പറയുന്നത്. അത് ഏത് രൂപത്തിൽ വന്നാലും പേടിച്ചു ഓടുന്നവരാണ്. അത്രയേ ഉള്ളൂ ബലം. പക്ഷെ ഉൾബലമുള്ളവന്, ദൈവശക്തിയുള്ളവന് മോശയെ പോലെ നിൽക്കുമ്പോൾ ഫറവോൻ്റെ മുമ്പിൽ, ഫറവോനെ ആരും പേടിക്കുന്ന ഒരു കാലമാണ്. ആ ഫറവോൻ്റെ അടുക്കിലേക്കാണ് ദൈവം മോശയെ തിരിച്ചു വിടുന്നത്. മോശയ്ക്ക് അല്പം ഭയമുണ്ടായിരുന്നു, പക്ഷെ ദൈവത്തോട് വ്യക്തമായിട്ട് സംസാരിക്കുന്നു. ആ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടിയതാണിത്. നമുക്കത് വായിക്കാം. പുറപ്പാടിൻ്റെ 33:14 മോശ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൊണ്ടുപോകൂ എന്ന് നീ എന്നോട് കൽപ്പിച്ചു, എങ്കിലും ആരെ എന്നോടുകൂടെ അയക്കുമെന്ന് അറിയുന്നുമില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. കണ്ടോ, ദൈവവും മോശമായിട്ടുള്ള ബന്ധം പറയാൻ. ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തല്ലോ. അപ്പം ദൈവം പറഞ്ഞത് തിരിച്ചു പറയാൻ തുടങ്ങി. അതാണ് സത്യത്തിൽ ബലം. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. അപ്പോൾ ഈ ഇൻറ്റിമസിയാണ്. എനിക്ക് നിന്നെ അറിയണം. ഞാൻ നിന്നെ അറിഞ്ഞു, നീ എന്നെ അറിഞ്ഞെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്ക് നിന്നെ കൂടുതൽ അറിയണമെന്ന്. ഈ ജാതി നിൻ്റെ ജനമെന്ന് നീ ഓർക്കണമേ. എൻ്റെ ജനമല്ലല്ലോ. അതായത് മോശ പറയുന്നത് ഞാൻ പോകത്തില്ലെന്ന് ആദ്യം മോശ പറഞ്ഞു. എനിക്ക് വിക്കുണ്ട്, ഫറവോൻ്റെ മുമ്പിൽ പോയി ഞാൻ സംസാരിക്കുന്നത്. കാരണം മോശയ്ക്ക് പേടിയാണ്. ഒന്നാമത് കൊലയാളിയായിട്ട് ഓടിപ്പോയതാണ്. നേരത്തെ ആരോണ്ടെ കൊന്നെന്നും പറഞ്ഞു. അത് ഫറവോൻ ഇപ്പോഴും ഓർത്തിരിപ്പുണ്ട്. നമ്മളങ്ങോട്ട് ചെല്ലാനൊക്കത്തില്ല. അവിടെ മോശയെ ബലപ്പെടുത്തുന്ന ദൈവം വന്നിച്ച് പറയുകയാണ്, ഞാനാണ് നിൻ്റെ കൂടെ, ഞാൻ വരാം നിൻ്റെ കൂടെ. അത് കേൾക്കുന്നതിന് വരെ നിൽക്കുകയാണ്, ഞാൻ വരാം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അമേരിക്കയ്ക്ക് പോയപ്പോൾ ദൈവം പറഞ്ഞു, മോശ ഏലിയാവിനെയും പോലെ നിന്നെ വിടുന്നതെന്ന് പറഞ്ഞു. എനിക്ക് ഏലിയാവിൻ്റെ സ്വഭാവമാണ്, തീ ഇറക്കുന്ന സ്വഭാവം. തീ ഇറക്കും, സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിക്കൊണ്ടുവരും. അതുകൊണ്ട് ഭർത്താവ് മോശയെ പോലെ അതിസൗമ്യനാണ്. നമ്മൾ രണ്ടുപേരും കൂടെ വിട്ടു. ഇനി ഇപ്രാവശ്യം ഇനി പോകുമ്പോഴും ഇതേപോലെ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തമാണ്, ഞാൻ നിൻ്റെ കൂടെ വരും, അതിൽ കൂടെ അല്ലാതെ പോകുന്നില്ല. എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിൻ്റെ സ്വസ്ഥത നൽകും. അവനോട് തിരുസാന്നിധ്യം എന്നോട്, മോശ പറയാണ്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കല്ലേ. കാരണം കാര്യം ചെറുതല്ല. ഇതാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ഈ പണം വേണം, ഓരോ വ്യക്തികൾ, ഈ ചെറുപ്പക്കാർ പണം വേണം, പിന്നെ പദവി വേണം, ജോലി, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ ദൈവത്തെക്കാട്ടിൽ കൂടുതൽ അതിന് പ്രാധാന്യം കൊടുത്താൽ ഇറ്റ് ബിക്കം ആൻ ഐഡൽ. അവിടെ ഐശ്വര്യം വരത്തില്ല. അതുകൊണ്ടല്ലാതെ ദൈവത്തിന് ദേഷ്യമായിട്ടില്ല. ഇപ്പം ഞാൻ പറയാം, സ്വർഗം വരെ കൂട്ടിയിടുന്ന സ്വർണം നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചാലും ഇങ്ങനെയുള്ളവർക്ക് സ്വസ്ഥത വരത്തില്ല. ബിക്കോസ് അവരുടെ കണ്ണ് വേറെയാണ്. നിൻ്റെ ദൃഷ്ടി ദൈവത്തിൽ പതിയണം. 1-ാം കൽപ്പന തെറ്റിച്ചിട്ട് നീ ഒരു കൽപ്പന തെറ്റിക്കുന്നതിന് 10 തെറ്റിച്ചെന്നാണ് പറയുന്നത്. പുതിയ നിയമത്തിൽ 2 പറയുന്നുള്ളൂ. എൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവിനും കൂടി സ്നേഹിക്കണം.
നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. കൽപ്പനകൾ, ഈ കൽപ്പനകൾ പ്രധാനമാണ്. അപ്പോൾ ഈ ദൈവം പറയുന്നു, ഞാൻ വരാം, എന്നോടും നിൻ്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് എന്തിനാലറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാനും നിൻ്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. എന്താ എന്ത് ഭംഗിയായിട്ടാണ് ബാർഗെയിൻ ചെയ്യുന്നത് ദൈവത്തോട്. ഞാൻ പോകുക, നീ കൂടെ വരണം, നീ എന്നെ കൈക്ക് പിടിക്കണം, എന്നെ ബലപ്പെടുത്തണം, എൻ്റെ കൂടെ വരണം, എനിക്ക് ജയം തരണം. ഞാൻ നല്ലവനാന്ന് നീ പറഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്ക് നിന്നെ ഒന്ന് കണ്ടാക്കണം. ഈ ഒരു കാര്യത്തിലും ദൈവം ദേഷ്യപ്പെട്ടില്ല. ഇടിയിട്ട് മോശയോട് പറയുക, യഹോവ മോൻ, നീ പറഞ്ഞ ഈ വാക്ക് പോലെ ഞാൻ ചെയ്യും. എന്തൊരു സ്നേഹം! എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഇത് തന്നെയാണ് പുതിയ നിയമം, അത് തന്നെയാണ് യേശു. കൃപായുഗം, കൃപാസനത്തിൽ ധൈര്യസമേതം കടന്നു പോവാം. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവൻ നിൻ്റെ തേജസ് എനിക്ക് കാണിച്ചു. അപ്പോൾ മോശ ചോദിക്കുകയാണ്, നിൻ്റെ ഈ തേജസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്. ഗ്ലോറി ഈസ് ആക്ച്വലി ഈസ് ക്യാരക്ടറാണ്. ഈ ദൈവം ആരെന്നറിയണമെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം അറിയണ്ടേ? കൂടെ ഇരിക്കുന്നവർക്കല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ എനിക്ക് നിൻ്റെ ക്യാരക്ടർ അറിയണമെന്ന്. കാരണം ഒരു ദിവസം കൊണ്ട് നീ ദേഷ്യപ്പെട്ട് എല്ലാത്തിനും കൊന്നു കളഞ്ഞാൽ പിന്നെ ഞാനെന്ത് കൊടുക്കും? എനിക്ക് നിൻ്റെ സ്വഭാവം. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യും, ഒരാളോട് പോകുന്നതിന് മുമ്പ്, ഒരാളോട് ബിസിനസ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ സ്വഭാവം അറിയണം, അവരെങ്ങനെയുള്ളവരായിരുന്നു. ഇതൊന്നും ചോദിക്കാതെ മണ്ടത്തരത്തിൻ്റെ പുറത്ത് മണ്ടത്തരം കാണിച്ച് വെച്ച് തലയൂരാൻ വയ്യാതെ കിടക്കുന്ന എത്രയോ ചെറുപ്പക്കാർ, എത്രയോ ജോലിക്കാർ എൻ്റെ അടുക്ക വരുന്നവർ തന്നെ ഒരു വീട് പണിയാനെന്നും പറഞ്ഞ് തുടങ്ങും. അവർ പോയി ബാങ്കിൽ ചെന്നിട്ട് കുറച്ച് കാശ് കടം വാങ്ങിക്കും. ആകെ കൂടെ 1 ലക്ഷമോ 2, അവർക്ക് 1 ലക്ഷം വലുതാണ്. എൻ്റെ പൊന്നെ, അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അവർ ഇന്നും പലിശ കൊടുത്ത് തീരത്തില്ല. അത് വലിയ എമൗണ്ടായി മാറും. നമ്മുടെ ബുദ്ധിഹീനത, ആർക്കും ഉപദേശം കൊടുക്കാൻ അറിഞ്ഞുകൂടാ. ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ ബാങ്കിൽ നിന്നൊക്കെ നമ്മൾ കടമെടുത്തു കഴിഞ്ഞാൽ അതോടെ നമ്മൾ മുട്ടിഞ്ഞു പോകും. ദൈവം നമ്മളോട് നമ്മൾ കടം കൊടുക്കുന്നവരാകും, വാങ്ങിക്കുന്നവരല്ല. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ദൈവം. മോശയ്ക്ക് കാശൊന്നും കൊടുത്തല്ലല്ലോ വിട്ടത്. അല്ല, ഫറവോൻ്റെ അടുക്ക് പോയി കാണിക്കണമെങ്കിൽ ഒരു പ്രസൻറ്റ് പോലും കയ്യിലില്ലായിരുന്നു. നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി, ഒരു സ്ഥലത്ത് കയറിച്ച് നമ്മൾ എന്തെങ്കിലും കൊണ്ടേ പോകത്തുള്ളൂ. സന്ദർശകത്തിൽ പറയുന്നുണ്ട് പ്രസൻറ്റ് കൊണ്ട് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ മോശയുടെ അടുക്കലൊന്നും ഒന്നും വിട്ടില്ല. ആര് കൂടെ പോയി? ദൈവം. അപ്പോൾ ദൈവം മോശയോട് പറയണം, ഈ ദൈവം പറഞ്ഞു, ഞാൻ എന്നെ കാണിക്കാം, എനിക്ക് കൃപ ചെയ്യാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പോൾ എനിക്ക് കരുണയുള്ളവനോട് ഞാൻ കരുണ. മോശയോട് കരുണ കാണിച്ചു. ഇത് റോമർക്കെഴുതിയ ലേഖനം 9:15 പറയുന്നുണ്ട്. നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയത്തില്ല, ഒരു മനുഷ്യൻ എന്നെ കണ്ട് ജീവനോടെ ഇരിക്കത്തില്ല. ഇതാ എൻ്റെ അടുക്കൽ വന്ന് ഈ സ്ഥലങ്ങൾ ഒരു സ്ഥലമുണ്ട്, അവിടെ ഈ പാറമേൽ നീ നിൽക്കണം. ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിൽ സൂക്ഷിക്കും. ഞാൻ കടന്നു പോകുമ്പോളം എൻ്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും, പിന്നെ എൻ്റെ കൈ നീക്കും, നീ എൻ്റെ പിൻഭാഗം കാണും, എൻ്റെ മുഖമോ കാണാനാവതല്ല എന്നേ. അതായത് ദൈവം തൻ്റെ മുഖം കണ്ടാൽ അത് തീയല്ലേ, തേജസ്സല്ലേ. ഈ മനുഷ്യനായ നമുക്ക് എങ്ങനെ തേജസ് കാണാം? അത്രയും ഉൾക്കൊള്ളാനുള്ള ശക്തി ഈ ശരീരത്തിനില്ല. അതുകൊണ്ടാണ്. പക്ഷെ എൻ്റെ പിൻഭാഗം എന്ന് വെച്ചാൽ ദൈവം ഇന്ന് വരെ ചെയ്ത ശക്തി, ആകാശം. അതുകൊണ്ടാണ് ഉൽപ്പത്തി തൊട്ട് 5 പുസ്തകങ്ങൾ മോശയെ കൊണ്ട് എഴുതിപ്പിച്ചത്. ഈ ഒരു വാഗ്ദത്തം കൊണ്ടാണ്, ഈ ഒരു നിറവേറലാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം, 5 പകൽ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം. ഈ 5 പുസ്തകവും ഈ ഒരു കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ടാണ്. അല്ലേ മോശ എങ്ങനെ അറിയും ദൈവം എങ്ങനെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതെന്ന്? അന്ന് ആ ചോദ്യം മോശ അയച്ചത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. ദൈവം ഒരു യെസ് പറഞ്ഞാൽ അത് യെസ് തന്നെയാണ്. എന്തൊരു വെളിപ്പാടല്ലേ അത് കിട്ടിയത്. 5 പുസ്തകം ബേസിക് ഫണ്ടമെൻ്റലായിട്ട് വേദപുസ്തകത്തിൻ്റെ അടിത്തറ പാകിയില്ലേ? അത് മോശയെ കൊണ്ട് എഴുതിപ്പിച്ചില്ലേ ദൈവം? ആരാണ് ഈ ദൈവം? എന്നിട്ട് ദൈവം എങ്ങനെയാണ് പറയുന്നത് തൻ്റെ മഹത്വത്തെക്കുറിച്ച്? അതുകൂടെ വായിക്കാം. 34:6. യഹോവ അവൻ്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചത്. അപ്പം ദൈവം നമ്മൾ പറഞ്ഞ പോലെ മോശയ്ക്ക് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം, പേരാണ് യഹോവ, യഹോവയായ ദൈവം, കരുണയും കൃപയുമുള്ളവൻ. എനിക്ക് കരുണയും കൃപയുമുണ്ട്. ഭർത്താവിൻ്റെ ഗ്ലോറിയാണ് ഈ പറഞ്ഞു തരുന്നത്. കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ. ഞാൻ പെട്ടെന്നൊന്നും എടുത്തി ആടത്തില്ലെന്ന്. ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ, 1000
1000 തലമുറയോളം ദയ പാലിക്കുന്നവനാണ്. അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും മൂന്നാമത്തെയും 4ാമത്തെയും തലമുറയോളം സന്ദർശിക്കേണ്ട. അതുകൊണ്ടാണ് ഈ ബലഹീനതകൾ 3 തലമുറ 4 തലമുറ വരെ ഫോളോ ചെയ്യും. അത് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് വരും. അതുകൊണ്ടാണ് തലമുറയ്ക്ക് മുമ്പുള്ള ശാപം 3 തലമുറയ്ക്ക് പുറകോട്ട് പോയിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യണം. അവൻ്റെ രക്തം ഒഴിച്ച് ചെയ്യണം. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സത്യങ്ങളാണ് ഈ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? എന്നാലെ മോശ ബന്ധപ്പെട്ട് സാഷ്ടാംഗം വീണ് പറഞ്ഞ്, കർത്താവ് നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മധ്യേ നടക്കണമേ. അങ്ങനെ ദൈവം മോശയോട് കൂടെ പോയിട്ടാണ് ദൈവം തൻ്റെ ജനതയെ രക്ഷിച്ചത്. അവിടെ തന്നോട് പറയുന്നുണ്ടല്ലോ, ഇവിടെ പറഞ്ഞു, ഞാൻ നിന്നോട് ചെയ്യുവാനിരിക്കുന്നത് ഭയങ്കരമാണ് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് സൂക്ഷിച്ചുകൊള്ളുക. അമോര്യർ, വീണ്ടും പറയുന്നുണ്ട്, അമോര്യർ, കനാന്യർ, ഹിത്യർ, പെരിസ്യർ, ഹിവ്യർ, എബൂസ്യർ എന്നിവരെ ഞാൻ നിൻ്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും. അങ്ങനെ തന്നെ ചെയ്തില്ലേ? നീ ചെല്ലുന്ന ദേശത്തിലെ നിവാസികൾ നീ ഒരു ഉടമ്പടി ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളും, അല്ലാഞ്ഞാൽ അത് നിൻ്റെ മധ്യ ഒരു കണിയായിരിക്കും. ജോഷുവയുടെ ദൈവം ഇത് പറഞ്ഞു. പക്ഷെ ജോഷു എന്നിട്ടും ഗിബണൈറ്റ്സിനായിട്ട് മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. ദൈവം നേരത്തെ പറഞ്ഞു. പലപ്പോഴും ദൈവം നമ്മളോട് നേരത്തെ കാര്യങ്ങൾ പറയും, എന്നിട്ട് നമ്മളത് മണ്ടത്തരം കാണിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ജോലിയാണ്. വരാൻ പോകുന്ന ആപത്തിനെ നേരത്തെ കാണിച്ചിട്ട് വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച ദൈവം അത് മാറ്റിത്തരും. ദൈവം പോലും ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ ഈ ജനതയെല്ലാം നശിപ്പിക്കാൻ പോകും. അപ്പോൾ മോശ പറഞ്ഞു, എന്തും മണ്ടത്തരം, നീ അങ്ങനെ ചെയ്താൽ ഈ മിസ്രൈമിൽ പറയത്തില്ല, നീ ഇവരെല്ലാം കൊണ്ടുവന്ന് മരുഭൂമി കൊന്ന ദൈവമാണ്, ഒരിക്കലും ചെയ്യരുത്. ദൈവം തൻ്റെ പ്ലാൻ മാറ്റി. അപ്പം ദൈവത്തിൻ്റെ ആലോചന പോലും മാറ്റാൻ കഴിവുണ്ട്. നമുക്ക് ചെയ്യിപ്പിക്കാം. അത്ര സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ വന്ന് നിൽക്കുകയാണ്. ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, കൃപയിൽ പൊതിയട്ടെ. അധികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നത്. ഇവിടെ അങ്ങനെ പറഞ്ഞു. എന്നാൽ പുതിയ നിമിത്തം നമ്മളെ പഠിപ്പിച്ചല്ലോ, എനിക്ക് നീ ഒരു ഭവനം പണിയുമോ എന്ന് യേശു ചോദിച്ചു. അവൻ എൻ്റെ വിരുന്നുകാരനല്ല, അവൻ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ താമസിക്കുന്നവനാണ്, അവനാണ് എൻ്റെ അധികാരി. ആ സ്ഥിതിയിൽ നമുക്ക് ദൈവത്തെ കാണാം. ദൈവം നമ്മളെയും കുടുംബത്തെയും തലമുറയായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അതാ നിൻ്റെ മുൻപിലേക്ക് ഞങ്ങൾ കടന്നു വരുവാണ്. അത്യുന്നതൻ നീ, മഹത്വത്തിൻ്റെ രാജാവ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ, നീതിയും നടപ്പുള്ളവൻ, വാക്കു പറഞ്ഞാൽ വാക്കു മാറാത്തവൻ, സത്യത്തിൻ്റെ ആത്മാവ്, അതിപരിശുദ്ധനായ ദൈവം, ഞങ്ങൾക്ക് മുൻപേ മോശയോടുകൂടെ പോയതുപോലെ, ജോഷുവയോടുകൂടെ പോയതുപോലെ, മോശയുടെ ആയുഷ്കാലമൊക്കെ കൂടെ ഇരുന്ന പോലെ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കുമെന്ന് നീ വാഗ്ദത്തം. ഞങ്ങളും യാത്ര ചെയ്യാൻ പോവുക. നിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. കൂടെ നിന്ന് ഞങ്ങളെ കൈക്ക് പിടിച്ച് ജയോത്സവമായിട്ട് തിരിച്ചുകൊണ്ടിരാൻ കഴിവുള്ളവൻ, മുൻപേ പോകാമെന്ന് വാഗ്ദത്തം ചെയ്തു. ഞാൻ മഹാദയം, ദീർഘക്ഷമയുള്ളവൻ, കരുണയുള്ളവൻ, 1000 തലമുറയോട് കരുണ തോന്നുന്നവൻ, ദുഷ്ടത ചെയ്താൽ 3 തലമുറ വരെ 4 വരെ ചോദിക്കത്തുള്ളൂ. ഇത്രമാത്രം കരുണയുള്ളൊരു ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളപ്പം ഞങ്ങളുടെ കൈകളെ ബലം കൊണ്ട് പിടിച്ചിരിക്കുന്നതിനാൽ, ബലമുള്ള കൈകൊണ്ട് ഞങ്ങളുടെ മക്കളെ പിടിച്ചിരിക്കുന്നതിന് ഞങ്ങൾ നിന്നിൽ സന്തോഷിക്കട്ടെ. നിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കാൻ ജോഷുവായിക്ക് കൊടുത്ത വരം ഞങ്ങളുടെ തലമുറകൾക്ക് നീ കൊടുക്കണമേ. ശത്രു അകത്ത് കയറാൻ അനുവദിക്കും. കയറിയിട്ടുണ്ടെങ്കിൽ അവന് യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടാത്മാക്കളെ സ്വർഗത്തിലെ തീയിറക്കി കരിച്ചു കളഞ്ഞ്, എടുത്തു മാറ്റി കരിച്ചു കളഞ്ഞ് തീക്കുണ്ടത്തിലകത്തിട്ട് നശിപ്പിച്ചു കളയുന്നു. തലമുറകളെ രക്ഷപ്പെടുത്തി നിൻ്റെ കൈകളിൽ ബലമുള്ള കൈകളിലേക്ക് അവരെ പിടിച്ചേൽപ്പിക്കുകയാണ്. അതിനവരേറ്റിരിക്കുന്നതിനാൽ യുദ്ധം യഹോവയ്ക്കുള്ളത് നീ ജയമെടുത്ത് കാര്യം പ്രവർത്തിച്ച് പൂർത്തിയാക്കി അവരെ എത്തേണ്ട തുറമുഖത്ത് എത്തിക്കുന്നതിനാൽ നന്ദി പറയുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.